ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ലിങ്കൻ്റെ MKZ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു വാഹനത്തിൽ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സർവീസ് ഡ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വാഹനത്തിൽ ടയർ പ്രഷറിൻ്റെ റീസെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ വാഹനത്തിൽ നമുക്ക് കണ്ടല്ലോ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ഈ സ്റ്റിയറിംഗിൽ ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് വെഹിക്കിളും അതേമാതിരി തന്നെ വെഹിക്കിളിൻ്റെ അകത്ത് നമുക്ക് ഓയിൽ സർവീസ് ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ആവും. ഇനി നമുക്ക് ടയറിൻ്റെ വാർണിംഗ് പോകേണ്ടത് നമ്മൾ ഡ്രൈവർ അസിസ്റ്റൻ്റ് എന്നുള്ള ഓപ്ഷനിലുണ്ട്. ആ ഡ്രൈവർ അസിസ്റ്റൻറ്റിൽ പോയി കഴിഞ്ഞാൽ താഴെയായിട്ട് ടയർ മോണിറ്റർ എന്ന് കാണാം. ഇത് നമ്മൾ അതേമാതിരി തന്നെ ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഇത് പോകത്തില്ല. റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുക മാത്രമേ ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് പോകണമെങ്കിൽ നമ്മൾ അതിന് ശേഷം നമ്മളൊന്ന് ഡ്രൈവ് ചെയ്യുക. ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ വാർണിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പോകുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാഹനത്തിൽ ടയർ പ്രഷർ റീസെറ്റ് ചെയ്തതിന് ശേഷവും ഇതിൻ്റെ വാർണിംഗ് പോകുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ വാർണിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.